ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. രാഘവേട്ടൻ സത്യാമ്മയെ നോക്കിയിട്ട് മനസ്സിൽ പറയുവാണ്, ഇവൾ എന്തെങ്കിലും മനസ്സിൽ കരുതിയിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തായാലും വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം. ആ സമയത്ത് വിഷ്ണു അങ്ങോട്ട് വരുന്നുണ്ട്. വിഷ്ണു നോക്കുമ്പോൾ ഡൈനിങ് ടേബിളിൽ രാഘവേട്ടനോടൊപ്പം പിള്ളച്ചേട്ടനും പൊന്നിയും എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുവാണ്. ദൈവമേ, ഇത് എന്തൊരു അത്ഭുതകരമായ കാഴ്ച! ഇതെന്ത് പറ്റി? എൻ്റെ അമ്മ തന്നെയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇങ്ങനെ ആലോചിച്ച് അന്തം വിട്ട് നിൽക്കുവാണ് വിഷ്ണു. വിഷ്ണുവിനെ കണ്ടതും പെട്ടെന്ന് പൊന്നി അങ്ങ് എഴുന്നേൽക്കുവാണ്. പൊന്നി എഴുന്നേൽക്കുന്നത് കണ്ട് സത്യാമ്മ, നീ എന്തിനാ പൊന്നി എഴുന്നേറ്റത്? നീ അവിടെ ഇരിക്കുക. സത്യാമ്മയിലെ ഒരു മാറ്റവേ! ഇത് നിന്നോട് ഞാനല്ലേ പറഞ്ഞേ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനാ? വിഷ്ണുവിന് ഇതങ്ങോട്ട് വിശ്വസിക്കാനേ കഴിയുന്നില്ല. തൻ്റെ അമ്മ സത്യഭാമ തന്നെ ആണോ ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ എല്ലാവരെയും ഒന്നിച്ചിരുത്തി ഭക്ഷണം കൊടുക്കുന്നത്? വിഷ്ണു ഇങ്ങനെ അതിശയത്തോടെ നിൽക്കുമ്പോൾ സത്യാമ്മ പറയുന്ന, മോനെ വിഷ്ണു, നീ കൂടി ഇങ്ങോട്ട് ഇരിക്ക്, നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. അയ്യോ അമ്മ, എനിക്കിപ്പോൾ വേണ്ടമ്മേ, എനിക്ക് തീരെ വിശപ്പില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല വിഷ്ണു. വിഷ്ണു ശാരദാമ്മയുടെ വീട്ടിൽ ചെന്ന് ശാലിനിയോടും മോളോടും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് വന്നതല്ലേ, അപ്പോൾ വിഷ്ണുവിന് വിശപ്പ് കാണില്ല. പക്ഷെ സത്യാമ്മയോട് അത് വല്ലതും പറയാൻ പറ്റുമോ? സത്യാമ്മ വിഷ്ണുവിനോട് പറയുക, ഇന്നിവിടെ ഞാനുണ്ടാക്കിയ ഭക്ഷണമായി ഇതല്ല. രാഘവേട്ടൻ വിഷ്ണുവിനോട് പറയുക, ഫാമയിൽ നിന്ന് അടുക്കളയിൽ പൊന്നിയെ പോലും കയറ്റിയിട്ടില്ല. മോൻ കണ്ടില്ലേ, പിള്ളയോടും പൊന്നിയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞ് അവരെയും പിടിച്ചിരുത്തിയിരിക്കുക. ഈ വീട്ടിൽ നിന്ന് എപ്പോൾ ഇറങ്ങണമെന്നറിയാത്തത് കൊണ്ട് ഫാമ ഒരു ഉത്തമ കുടുംബിനിയായി ജീവിക്കുക. നോക്ക്, എല്ലാം ഇന്ന് സ്പെഷ്യലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓ, രാഘവേട്ടനൊന്നും മിണ്ടാതിരിക്കുക. വിഷ്ണു മോനെ, നീ ഇരിക്ക്. എൻ്റെ വിഷ്ണു, എടാ ഇരിക്കടാ. വിഷ്ണുവിന് തൻ്റെ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. സത്യാമ്മയുടെ ചിരിച്ചുകൊണ്ടുള്ള ഈ ഒരു സംസാരവും വേലക്കാരോടൊക്കെ എത്ര മര്യാദയോടും സ്നേഹത്തോടെ പെരുമാറുന്നതും ഇതൊന്നും വിഷ്ണുവിനെ അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അമ്മയുടെ ഈ മാറ്റം മനസ്സിലാകാതെ നോക്കിയിരിക്കുന്ന വിഷ്ണുവിനോട് സത്യാമ്മ പറയുക, മോനെ, നിനക്ക് വിശപ്പുണ്ടായാലും ഇല്ലെങ്കിലും ഇന്ന് 2 വറ്റ് ചോറ് നീ കഴിച്ചേ പറ്റൂ. എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും കൂടി നമുക്ക് കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞത്. രാഘവേട്ടൻ സത്യാമ്മയെ തന്നെ ഇങ്ങനെ നോക്കുവാണ്. എന്തൊക്കെയോ മാറ്റങ്ങളാണ് സത്യാമ്മയിൽ കാണുന്നത്. ഇപ്പോൾ എന്തൊക്കെയാണോ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നത്. പൊന്നിയും പിള്ളച്ചേട്ടനും നിറകണ്ണുകളോട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. എന്താണ് ഇവിടെ നടക്കുന്നത്? ദൈവമേ, നമ്മുടെ സത്യാമ്മ തന്നെയാണോ ഇങ്ങനെയൊക്കെ പറയുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നത്? സത്യാമ്മ എല്ലാവരോടും കൂടി പറയുവാണ്, ഒരുപാട് പേർക്ക് അന്നം കൊടുത്തിട്ടുള്ള ഒരു വീടായത്. ഒരു കാലത്ത് ഇവിടെ ആരെങ്കിലുമൊക്കെ ഉച്ചഭക്ഷണം തേടി വരികയും ചെയ്യുമായിരുന്നു. സത്യഭാമയുടെ അടുത്ത് ചെന്നാൽ വയറു നിറയെ ഭക്ഷണം കിട്ടുമെന്ന് പൊതുവേ ഒരു സംസാരവും ഉണ്ടായിരുന്നു. ഇതൊക്കെ സത്യഭാമ ഇങ്ങനെ തൊണ്ടയിടറിക്കൊണ്ടാണ് പറയുന്നത്. അത്താഴപ്പട്ടിണിക്കാരുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് രാത്രിയിൽ വാതിൽ പോലും അടയ്ക്കാറുള്ളത്. എന്നും ഞാൻ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ട് 2-3 പേർക്കുള്ളത് കൂടെ കൂടുതൽ ഉണ്ടാക്കുമായിരുന്നു. വാതോരാതെ ചിരിച്ചുകൊണ്ട് സത്യാമ്മ ഇങ്ങനെ പറയുന്നതെല്ലാം അവർക്കൊക്കെ അതിശയമാണ്. എല്ലാവരും അതിശയത്തോടെ സത്യാമ്മയെ തന്നെ നോക്കുവാണ്. ഭക്ഷണം ഞാൻ കൂടുതൽ ഉണ്ടാക്കി കളയുന്നു എന്നും പറഞ്ഞ് രാഘവേട്ടൻ എന്നെ വഴക്കും പറയുമായിരുന്നു. പക്ഷെ ചില സമയങ്ങളിൽ കൈക്കുഞ്ഞുമായി അമ്മമാർ ഓടി വരാറുണ്ട് വിശക്കുന്നു എന്നും പറഞ്ഞ്. രാഘവേട്ടന് ഓർമ്മയുണ്ടോ അത്? ഒരിക്കലൊരു ഗർഭിണി വന്നത് 2 ദിവസമായി അരിയാഹാരം കഴിച്ചിട്ടെന്നും പറഞ്ഞ് അന്ന് ഞാൻ വയറ് നിറയെ ഭക്ഷണവും കൊടുത്ത് പ്രസവത്തിനുള്ള പൈസയും കൊടുത്തിട്ടാണ് ഞാൻ വിട്ടത്. സത്യാമ്മ ഇങ്ങനെ ചിരിച്ചിട്ട് ഓരോന്നും ഇങ്ങനെ പറയുന്നത് കേട്ട് വിഷ്ണുവിന് സഹിക്കുന്നില്ല. വിഷ്ണു അമ്മയുടെ മുഖത്തോട്ട് തന്നെ നോക്കിയിരുന്നിട്ട് വിഷ്ണുവിൻ്റെ കണ്ണിൽ നിന്നും ഇങ്ങനെ കണ്ണുനീർ വീഴുവാണ്. ഇപ്പം ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വെച്ചാലേ, അങ്ങനെ ആരെങ്കിലുമൊക്കെ തിരക്കി വന്നാലേ കൊടുക്കാൻ നമ്മളുമില്ല, കൊടുത്തിരുന്ന പേരുമില്ല. ഇതിങ്ങനെ പറയുമ്പോൾ സത്യാമ്മയ്ക്ക് അടക്കാനാകാതെ ഇത്രയും നേരം പിടിച്ചു വെച്ചിരുന്ന സങ്കടമൊക്കെ അങ്ങ് ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ടാണ് സത്യഭാമ പറയുന്നത്. എന്നിട്ട് പെട്ടെന്ന് ചിരിച്ചോണ്ട് സത്യാമ്മ പറയുന്നത്, എന്താ നിങ്ങളാരും ആഹാരം കഴിക്കാത്തത്? ഞാനിതിനകത്ത് വിഷമൊന്നും കലർത്തിയിട്ടില്ല, അതുകൊണ്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് കഴിക്കാം. ഞാനിനി നിങ്ങളോടൊപ്പം ഇരുന്ന് കഴിച്ചെങ്കിലേ നിങ്ങൾക്ക് വിശ്വാസമുള്ളോ? എങ്കിൽ ഞാനും ഇരുന്ന് കഴിക്കാം എന്നും പറഞ്ഞ് സത്യാമ്മ ചോറിനകത്തോട്ട് കറിയൊക്കെ ഒഴിച്ച് പെട്ടെന്നിങ്ങനെ ഉരുട്ടി അങ്ങ് വിഴുങ്ങുവാണ്. അങ്ങനെ ചോറുണ്ണുന്ന കൂട്ടത്തിലും സത്യാമ്മ പറയുന്നുണ്ട്, എനിക്ക് സങ്കടമില്ലെന്നൊന്നും പറയാൻ പറ്റില്ല, എനിക്ക് നല്ല സങ്കടമുണ്ട്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചങ്ക് നീറുന്ന വേദനയോടെ എല്ലാവരുടെയും മുന്നിൽ ചിരിച്ചുകൊണ്ട് സത്യാമ്മ പറയുക, നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് ചെയ്തു തീർക്കാം. പക്ഷേ ഞാൻ കരയത്തൊന്നുമില്ല. സത്യാമ്മ അങ്ങനെ ആരും കരയിക്കാനൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞ് സത്യാമ്മ ചങ്ക് പൊട്ടി കരയുവാണ് കേട്ടോ. ഞാൻ ജീവിക്കും, അല്ലാതെ മരിക്കുമൊന്നുമില്ല. സാരി തലപ്പുകൊണ്ട് കണ്ണുനീര് തുടച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന സത്യാമ്മയെ നോക്കി രാഘവേട്ടൻ പറയുന്നു,
ഫാമേ, നിന്റെ ഈ ജീവിതത്തിൽ നീ ആഗ്രഹിച്ചതെല്ലാം നേടിയിട്ടുണ്ട്. ഇതുവരെ കഴിഞ്ഞതും അങ്ങനെ തന്നെയാ. ഇനി കുറച്ചു കാലം ഇതൊന്നും ഇല്ലാതെ സാധാരണക്കാരിയായി ജീവിക്കാനാണ് വിധിയെങ്കിൽ അങ്ങനെ ജീവിച്ചല്ലേ പറ്റൂ. കരഞ്ഞുകൊണ്ട് രാഘവേട്ടനും പറയുവാണ്, ദൈവനിശ്ചയം അതാണെങ്കിൽ 2 കൈയും നീട്ടി നമുക്കതങ്ങ് സ്വീകരിക്കാൻ. അച്ഛൻ്റെയും അമ്മയുടെയും സങ്കടം കണ്ട് സഹിക്കാനാകാതെ വിഷ്ണു ഇങ്ങനെ വാ പൊത്തിപ്പിടിച്ച് കരയുവാണ്. സങ്കടത്തോടെ ഭക്ഷണത്തിൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാവരോടും രാഘവേട്ടനും സത്യാമ്മയും പറയുവാണ്, നിങ്ങൾ ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് എന്താ? ഞാനല്ലേ പിള്ളേ നിങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തന്നെ. പൊന്നി എന്താ നോക്കിയിരിക്കുന്നേ, എല്ലാവരും കഴിക്കുക എന്നിങ്ങനെ സത്യാമ്മ അവരെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുവാണ്. രോഹിത്താണെ പതിവ് പോലെ സുസ്മിതയുടെ വീട്ടിലിരുന്ന് ഇങ്ങനെ മദ്യം കുടിച്ചുകൊണ്ടിരിക്കുവാണ്. സുസ്മിത അത് കണ്ടോണ്ട് ചോദിക്കുന്നു, ആ ബെസ്റ്റ്, നീ അതും തീർത്തോ? രോഹിത്തെ, നീ ഇങ്ങനെയാ കുടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിലേ അടുത്ത അമാവാസി വരുമെന്ന് നീ കാണുമെന്ന് തോന്നുന്നില്ല. കറുത്തവാവിന് നിനക്ക് വേണ്ടി വീട്ടിലാരെങ്കിലും ബലിയിടേണ്ടി വരും. ആര് ബലിയിടാനാ സുസ്മിതേ? സ്വന്തം എന്ന് പറയുന്ന ആരും ഇല്ലാത്തവന് മറ്റുള്ളവരുടെ ബലിച്ചോറ് കട്ടു തിന്നാനാ യോഗം. മക്കളില്ല, ഭാര്യയില്ല, ബന്ധുക്കൾ ആരുമില്ല. ഞാൻ ചത്താലൊന്ന് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കരയാൻ പോലും ആരുമില്ല. അങ്ങനെ ഒരുത്തൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് തന്നെ വേസ്റ്റാ. സുസ്മിത രോഹിത്തിനെ ഒന്ന് മയക്കാൻ ശ്രമിക്കുവാണ്. പതുക്കെ അവൻ്റെ അടുത്തോട്ട് പോയിരുന്നിട്ട് സുസ്മിത പറയുക, രോഹിത്തെ, നിനക്കാരുമില്ലെന്ന് നീ അങ്ങ് സ്വയം വിചാരിച്ചാൽ മതിയോ? ആളും അർത്ഥമൊക്കെ വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനിയും നിന്റെ ജീവിതത്തിലേക്ക് ആള് വരും. നിന്നെ സ്നേഹിക്കാൻ കഴിയുന്ന, നിന്റെ ജീവിതത്തിന് താങ്ങും തണലും ആകാൻ തയ്യാറാകുന്ന നല്ല പെൺകുട്ടികൾ. അവരെയും കെട്ടി ശ്യാമയ്ക്ക് മുന്നിൽ നീ അന്തസ്സായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അതല്ലാതെ ഇങ്ങനെ മനസ്സും തളർന്ന് കുറച്ച് കള്ളം വലിച്ചു കയറ്റി ജീവിതം കുടിച്ചു തീർക്കാനാ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ സംഭവിക്കും. കാക്കയ്ക്ക് ചോറ് വയ്ക്കാൻ ഒരാളും കാണില്ല. എന്താ രോഹിത്തെ, മറ്റൊരു പെണ്ണിനെ ശ്യാമയുടെ സ്ഥാനത്ത് നമുക്ക് നോക്കിയാലോ? രോഹിത്ത് പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് ചോദിക്കുക, അപ്പോഴെൻ്റെ മോളോ? സുസ്മിത ഒട്ടും പ്രതീക്ഷിച്ചില്ല രോഹിത്ത് ഇങ്ങനെ പറയുമെന്ന്. എനിക്കെൻ്റെ മോളെ പിരിയാനൊന്നും പറ്റില്ല. എൻ്റെ ചോരയല്ലായിരിക്കും, പക്ഷെ എന്നെ ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ചത് അവളാ. എനിക്കെൻ്റെ മോളെ എന്നിൽ നിന്നങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റില്ല. എനിക്കെൻ്റെ പപ്പിയെ വേണം. എടാ രോഹിത്തെ, നീ നന്നാവില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അവരാ കൊച്ചിനെ വിട്ടു തരുവോ? വിഷ്ണുവിന്റെ മകളാണെന്ന് വിഷ്ണു മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നീ എന്ന ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനെ അവരംഗീകരിക്കുവോ? പപ്പി ഈ രഹസ്യം അറിയാത്തത് കൊണ്ട് കൊള്ളാം. അല്ലെങ്കിൽ അവളും നിന്നെ അംഗീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല സുസ്മിതേ, എൻ്റെ മോൾ എന്നെ ഒരിക്കലും തള്ളി പറയില്ല. അവൾക്ക് ഈ ഞാനെന്ന് വെച്ച ജീവനാ. എൻ്റെ മോളെ ഒരിക്കലും ഞാൻ തള്ളി പറയില്ല. എനിക്ക് അവളെ വേണം, എൻ്റെ പപ്പിമോളെ. അവളില്ലാതെ എനിക്ക് ജീവിക്കാനൊന്നും പറ്റില്ല. എനിക്കിപ്പം തന്നെ എൻ്റെ മോളെ കാണണം എന്നും പറഞ്ഞ് രോഹിത്ത് ഇങ്ങോട്ട് പോകാൻ ഇറങ്ങുമ്പോൾ സുസ്മിത കയറി പെട്ടെന്ന് അവൻ്റെ കയ്യെ പിടിച്ചങ്ങ് നിർത്തുവാണ്. എടാ രോഹിത്തെ, നീ എങ്ങോട്ടാ? ഞാൻ എൻ്റെ മോളുടെ അടുത്തോട്ട് പോകുക. എനിക്കിപ്പം തന്നെ എൻ്റെ മോളെ കാണണം. സുസ്മിത ദേഷ്യം കൊണ്ട് നിന്ന് വിറയ്ക്കുക. എടാ, അതിന് നിന്നെ ആരെങ്കിലും അങ്ങോട്ട് കയറ്റുവോ? കയറ്റിയില്ലെങ്കിൽ വേണ്ട, എനിക്കെൻ്റെ മോളെ ഒന്നും കാണാമല്ലോ. അതിനാരുടെയും സമ്മതമൊന്നും വേണ്ടല്ലോ. അങ്ങനെ പോകാൻ പറ്റില്ല, നിക്കവിടെ. നമ്മൾ ഒന്നിച്ച് കുറെ കാര്യങ്ങൾ വാക്കാലെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നിന്നെ മുന്നിൽ കണ്ടോണ്ടാ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് നീയായിട്ട് തടസ്സപ്പെടുത്തരുത്. അവളങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഉപേന്ദ്രനും ചന്ദ്രബോസോട് അങ്ങോട്ട് വരികയാണ്. എനിക്കെൻ്റെ മോളെ കാണണമെന്ന് വെച്ചാൽ കാണണം, ഞാൻ പോവുക എന്നിങ്ങനെ രോഹിത്ത് പറയുന്നത് കേട്ടോണ്ടാണ് അവരകത്തോട്ട് കയറി വരുന്നത്. രോഹിത്ത് അങ്ങനെ പറഞ്ഞത് കേട്ട് ചന്ദ്രബോസ് അവൻ്റെ നെഞ്ചത്ത് പിടിച്ചൊരു തെള്ള്. രോഹിത്ത് അങ്ങനെ സോഫയിലോട്ട് അങ്ങ് വീഴുവാണ്. അവിടെ കിടന്നുകൊണ്ട് തന്നെ രോഹിത്ത് പറയുന്നു, എന്നെ തടയരുത്, ഞാൻ പോകുമെന്ന് വെച്ചാൽ പോകും. ചന്ദ്രബോസ് ചോദിക്കുന്നു, എങ്ങോട്ടാടാ? നീ ഒരിടത്തേക്കും പോവില്ല, ഇവിടെ നിൽക്കും നീ. രോഹിത്ത് പറയാ, എന്നെ തടയരുത്. എടാ, ഞങ്ങൾ തടയുന്നത് നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാടാ. ആ രക്ഷയൊന്നും എനിക്ക് വേണ്ടാന്ന് പറയുന്നോടാ എന്നും പറഞ്ഞ് ഉപേന്ദ്രൻ അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചൊരു ഭിത്തിയോടെ ചേർത്ത് വെച്ച് ഇടിക്കാൻ പോവാണ്. ഞങ്ങളുടെ രക്ഷ നിനക്കിപ്പോ വേണ്ടാന്നോ? ഇത്രയൊക്കെ നിനക്ക് വേണ്ടി ചെയ്തത് ഞങ്ങളാണെങ്കിൽ നിന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് ബാക്കി കൂടെ ചെയ്യാൻ ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾ ചെയ്യുകയും ചെയ്യും. ഉപേന്ദ്രൻ രോഹിത്തിന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുവാണ്. രോഹിത്ത് അവന്റെ കയ്യിൽ കിടന്ന് പിടയുന്നുണ്ട്. നീ അത് തടയാൻ വന്നാൽ ഞങ്ങളുടെ മറ്റൊരു മുഖമായിരിക്കും നീ പിന്നെ കാണുന്നത്, മനസ്സിലായോടാ എന്നും പറഞ്ഞ് വീണ്ടും ഉപദ്രവിക്കാൻ പോകുമ്പോൾ ചന്ദ്രബോസ് ഉപേന്ദ്ര വേണ്ട, വിട് എന്നും പറഞ്ഞ് ഉപേന്ദ്രനെ പിടിച്ച് മാറ്റുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രബോസ് പറയുക, എടാ രോഹിത്തെ, നിനക്ക് വേണ്ടിയാ ഞങ്ങൾ ഈ പെടാപ്പാട് മുഴുക്ക ചെയ്യുന്നത്. എടാ, നീ അനാഥനാണെന്ന് കൂടെ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് മാത്രമാ ഞങ്ങൾ നിന്നെ സഹായിക്കും
സഹായിക്കാൻ തയ്യാറാവുന്നത് തന്നെ. എടാ, ഞങ്ങൾ പറയുന്നത് കേട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ നീ മനസ്സ് കാണിച്ചാൽ സത്യഭാമയുടെ വീടുണ്ടല്ലോ, അത് ഞങ്ങൾ നിനക്കായിട്ടങ്ങ് തരും. അതിൻ്റെ താക്കോല് ഞങ്ങൾ നിന്റെ കയ്യിലോട്ടങ്ങ് വെച്ച് തരും. ഉടനെ സുസ്മിത കയറി പറയുക, അതേ രോഹിത്തെ, ഇത്രയും നാള് സത്യഭാമ മഹാറാണിയെപ്പോലെ ഭരിച്ചിരുന്ന ആ വീട്ടിൽ ഇനി മുതൽ ഒരു രാജാവ് വരാൻ പോകുന്നു. ആ രാഘവൻ നായർ ഇരുന്ന കസേരയിൽ പുതിയ രാജാവ് ഇരിക്കും. ആ രാജാവ് വേറെ ആരുമല്ല, നീയാ, രോഹിത്ത്. അങ്ങനെ രോഹിത്തിന്റെ മനസ്സിലോട്ടിങ്ങനെ ആഗ്രഹങ്ങൾ കുത്തി നിറയ്ക്കുവാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ രോഹിത്തെ, നമ്മുടെ പ്ലാനുകൾ വിജയിക്കണമെങ്കിൽ ശാലിനിയെ ഒന്ന് അടക്കി നിർത്തണം. അതുവരെ നീ ഇവിടെ തന്നെ കാണണം രോഹിത്തെ. അവളുടെ ആ മോഹന വാക്കുകൾ കേട്ട് രോഹിത്ത് ആ മുറിയിലോട്ടങ്ങ് കയറി പോവുകയാണ്. സുസ്മിത അവരോട് പറയുക, ഇവനെ നമുക്ക് ഒതുക്കി നിർത്താൻ പറ്റും, പക്ഷെ ശാലിനി, അവളാണ് പ്രശ്നം. ഉപേന്ദ്രന്റെ പൊട്ട ബുദ്ധിയിൽ പറയുക, വിഷ്ണുവിനെ അങ്ങ് തട്ടിക്കളയുമെന്ന് പറഞ്ഞാൽ അവൾ ഒതുങ്ങുമോ? അത് കേട്ടിട്ട് സുസ്മിത പറയുക, തീയിൽ കുരുത്തവരാ അവളും അവനും. ഈ ഭീഷണിയിലൊന്നും അവര് വീഴില്ല. ചിറ്റപ്പ, ഒന്നുകിൽ അവളെ സസ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചു നാളത്തേക്ക് അവളെ ജില്ലാ കളക്ടറുടെ കസേരയിൽ ഇരിക്കരുത്. അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ചിറ്റപ്പൻ നോക്കിയാൽ കാര്യം നടക്കും. ചിറ്റപ്പൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. എങ്കിൽ അതിനൊക്കെ വഴിയുണ്ട്, പക്ഷെ വളഞ്ഞ വഴിയാ. ഉപേന്ദ്രൻ പറയുക, വളഞ്ഞതായാലും ചരിഞ്ഞതായാലും ഏതായാലും അവൾ ഒഴിയണം, എന്നേക്കുമായി ഒടിഞ്ഞു കുത്തി വീഴണം. പ്ലാൻ ചെയ്യുന്നതൊക്കെ കൊള്ളാം, പാളരുത്. അത്രയ്ക്ക് തന്ത്രപരമായി വേണം കാര്യങ്ങൾ നീക്കാൻ. ചന്ദ്രബോസ് പറയുക, ഇത് പോലീസ് ബുദ്ധിയാ മോളെ, തന്ത്രങ്ങൾ പാളില്ല. ശാലിനി വീണിരിക്കും, അതിനെ നിന്റെ ചിറ്റപ്പൻ്റെ ബുദ്ധി തന്നെയാണ് ഗ്യാരണ്ടി. കൽപ്പിച്ചുറപ്പിച്ചോ, കണക്ക് കൂട്ടി ഉറപ്പിച്ചോ. കളക്ടർക്കുള്ള പണി അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ശംഖുവിളി മുഴക്കുകയേ വേണ്ടൂ. അവൾ ഇനി ഭൂമിയിൽ വേണ്ട. കളക്ടർ ശാലിനി എന്നേക്കുമായി അവസാനിക്കണം. അങ്ങനെ ചന്ദ്രബോസ് മനസ്സിൽ പല പ്ലാനും നോക്കുവാണ്. ശാലിനിയെ കൊല്ലുന്നതിന് ആരെ കൊണ്ട് കൊല്ലിക്കണമെന്ന്. രോഹിത്തിനെ കൊണ്ട് ശാലിനിയെ തീർക്കാനാണോ അവൻ്റെ പരിപാടിയെന്നറിയില്ല. ശാലിനി കളക്ടർ ഓഫീസിൽ പോകാനായിട്ട് ഒരുങ്ങി റെഡിയായി വരുമ്പോൾ സത്യമോൾ ഇന്ന് ഹോംവർക്ക് എഴുതുവാണ്. എന്താ മോളെ ഇത്? ഇതൊക്കെ ഇന്നലെ തീർത്ത് വെക്കേണ്ടതല്ലേ? ഇപ്പം തന്നെ ഒരുപാട് താമസിച്ചു. ഇനിയും താമസിക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് നിന്നെ സ്കൂളിൽ വിട്ടിട്ടല്ലേ ഓഫീസിൽ പോകാൻ പറ്റൂ. നീ എന്താ മോളെ ഇതൊക്കെ മനസ്സിലാക്കാത്തത്? അമ്മ, ഇത് ഇന്നലെ പറഞ്ഞ ഹോംവർക്ക് അല്ല, ഇന്ന് രാവിലെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടതാണ് ഇത് ചെയ്തുകൊണ്ട് വരണമെന്ന്. ശാരദാമ്മ വന്നിട്ട് ചോദിക്കുക, ഇങ്ങനൊക്കെ ടീച്ചർമാർ ചെയ്താൽ കുട്ടികൾ പിന്നെ എന്താ ചെയ്യുക? അവരെൻ്റെ കൊച്ചിനെയിട്ട് ബുദ്ധിമുട്ടിക്കുവാണേ. ശാലിനി പറയുക, ആര് ബുദ്ധിമുട്ടിച്ചെന്നാ? ടീച്ചർ പറയുന്ന ഇവളാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നതെന്നാ. ഓ, ഈ അമ്മയുടെ ഒരു കാര്യം. ഒന്നുമില്ലെങ്കിലും സ്വന്തം മകളുടെ പഠിത്ത കാര്യത്തിന് വേണ്ടിയല്ലേ. ഞാൻ പഠിച്ച അമ്മയെപ്പോലെ നല്ലൊരു ജോലി എനിക്കും വാങ്ങാൻ വേണ്ടിയിട്ടാ ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്നത്. അതെന്താ അമ്മ മനസ്സിലാക്കാത്തത്? ശാരദാമ്മ പറയുക, എൻ്റെ പൊന്നി ശാലിനി, ഈ കൊച്ചിന്റെ കഷ്ടപ്പാട് നീ കുറച്ചെങ്കിലും ഒന്ന് മനസ്സിലാക്കടി. ഈ ഹോംവർക്ക് തീരുന്നത് വരെ എന്നെ ഇവിടെ പിടിച്ചു നിർത്താനുള്ള ഇവളുടെ പുതിയ അടവാമ്മ ഇത്. അമ്മയെ, പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. അമ്മ ഇന്ന് ക്ഷേത്രത്തിലൊന്ന് പോകണേ. വിഷ്ണുവേട്ടന് വേണ്ടി ഒരു വഴിപാട് നടത്തിക്കണം. അതിന് ഇന്നെന്താ മോളെ പ്രത്യേകത? അമ്മ, ഇന്ന് മുതൽ ആ വിഷ്ണുവേട്ടൻ പുതിയ ജോലിക്ക് കയറുന്നത്. എനിക്കാണെങ്കിൽ വിഷ്ണുവേട്ടൻ ഈ ജോലിക്ക് പോകുന്നതിന് ഒട്ടും താല്പര്യമില്ല. കാരണം അതിന് മാത്രം റിസ്ക് പിടിച്ചൊരു ജോലിയാ. അതിനെന്താ, മോള് പോയിട്ട് വാ, അമ്മ ക്ഷേത്രത്തിൽ പോയി വേണ്ട വഴിപാടുകളൊക്കെ ചെയ്തോളാം. അങ്ങനെ നമ്മുടെ വിഷ്ണു ലോറി ഓടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. വിഷ്ണു, ഈ ലോറിയല്ല എൻ്റെ മക്കളെ പോലാണ്. മക്കളെ കൊണ്ട് പണിയെടുപ്പിച്ച് കഴിയുന്ന ഒരു ബാപ്പ. ഞാൻ എൻ്റെ ഒരു മകനെ നിന്നെ ഏൽപ്പിക്കുക. ആ ലോറിയുടെ താക്കോല വിഷ്ണുവിന്റെ കയ്യിൽ കൊടുക്കുവാണ്. ഇത് നല്ലതുപോലെ കാത്തു സൂക്ഷിച്ചോണം. വിഷ്ണു ആ ചാവി വാങ്ങി ഇങ്ങനെ രണ്ട് കൈ കൊണ്ടും തൊഴുവാണ്, ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. സുബേറിക്കയുടെ ഈ മകനെ ഞാൻ എൻ്റെ സ്വന്തം മകനെ പോലെ നോക്കിക്കോളാം. ഇനി ഇവൻ എന്നും എൻ്റെ മകൻ തന്നെയാ. വിഷ്ണു, പിന്നെ പല സ്ഥലത്തു നിന്നും പലതും എടുക്കേണ്ടി വരും. ചിലപ്പോൾ വീട്ടു സാധനങ്ങൾ വരെ എടുക്കേണ്ടി വരും. ഇന്നിപ്പോൾ വെട്ടിയിട്ട തടിയെടുക്കേണ്ട പണിയാ. അതെടുത്തു കഴിയുമ്പോൾ ഞാൻ വിളിക്കാം. വരുന്ന ഓരോ പണിക്കനുസരിച്ച് ഓടേണ്ടി വരും. ഓട്ടത്തിനനുസരിച്ചുള്ള കൂലി ശമ്പളത്തിൽ അപ്പപ്പോൾ കൂടുകയും ചെയ്യും. വിഷ്ണു പറയുക, ഞാൻ നന്നായി വരണമെങ്കിൽ ഇക്കയുടെ അനുഗ്രഹം ഉണ്ടായാൽ മതി. അങ്ങനെ വിഷ്ണുവും കമലനും കൂടി ആ ലോറിയിലോട്ട് കയറിയിരിക്കുവാണ്. വിഷ്ണു അങ്ങനെ ഈശ്വരനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ലോറി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. ദാണ്ട വരുന്നട ശകുനം മുടുക്കികൾ. കുറച്ച് തൊഴിലാളി യൂണിയൻകാരാണെന്ന് തോന്നുന്നു. കുറച്ച് ചുമന്ന ഡ്രസ്സും ഒക്കെ ഇട്ടിട്ട് ഓടി വന്നിട്ട് പറയുന്നത്, നിർത്ത്, വണ്ടി എടുക്കാൻ വരട്ടെ. സുബേർക്ക പറയുക, തങ്കച്ച, ആ ചെറുക്കൻ ആദ്യമായിട്ടൊരു ഓട്ടം പോവുക, വെറുതെ ഒരു സീൻ ഉണ്ടാക്കരുത്. നമ്മുടെ വിഷ്ണുവും കമലനും ഇതൊക്കെ കാണുന്നുണ്ട്. യൂണിയൻ അംഗീകരിച്ച ഒരു ഡ്രൈവർ ഓടിക്കുന്ന വണ്ടിയായത്. അയാൾ നാട്ടിൽ ലീവിന് പോയിരിക്കുവാണെന്നും പറഞ്ഞ് മറ്റൊരുത്തനെ ആ ഒഴിവിലേക്ക് നിയമിക്കുന്നത് ശരിയാണോ? അവൻ രേഖാമൂലം ഇനി ഞാൻ വരില്ലെന്ന് പറഞ്ഞിട്ടുമില്ല. അപ്പോഴീ കാണിക്കുന്നത് യൂണിയന്റെ ശക്തി ഇല്ലാതാക്കി കാണിക്കുന്നതിന് തുല്യമല്ലേ? ഇവിടെ നടക്കില്ല.
സുബേർക്ക പറയും, എൻ്റെ തങ്കച്ച അവൻ പോയിട്ട് 1 മാസം കഴിഞ്ഞു, വരുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഞാൻ വിളിച്ച വിളികൾക്കൊന്നും വ്യക്തമായ ഒരു മറുപടി അവൻ തന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് എൻ്റെ പണി നടത്തണ്ടേ? അതിന് നിങ്ങൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത് ഞാനുമായിട്ടായിരുന്നു. യൂണിയനിലെ മെമ്പർഷിപ്പുള്ള ഡ്രൈവറുടെ ഒഴിവ് മറ്റൊരു മെമ്പർഷിപ്പുള്ള ഡ്രൈവറെ കൊണ്ട് നികത്താൻ യൂണിയൻ അറിയാം. വിഷ്ണു ഇതെല്ലാം കണ്ടും കേട്ടും ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇനി ഈ യൂണിയൻകാരനെ എന്താകുമോ അവൻ്റെ സ്ഥിതിയൊന്നും അറിയില്ല. വിഷ്ണു അവനെ പഞ്ഞിക്കിടുവോ എന്ത് ചെയ്യുമോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ അടുത്ത വീഡിയോയുമായി നാളെ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.